ക്വസ്റ്റ്യൻ 1 ഒന്ന് ചെയ്ത് നോക്കാം. ഇഷ്യൂ പ്രൈസ് ആയില്ല. ഇഷ്യൂ പ്രൈസ് $8 ആണ് ഓൾറെഡി ഉള്ളത്. 20% ആണ് ഡിസ്കൗണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 8ന്റെ 80% എടുക്കണ്ടേ? 6.4 അല്ലേ അപ്പോ ഇഷ്യൂ പ്രൈസ് വരാം. നെക്സ്റ്റ് ഇഷ്യൂ ക്വാണ്ടിറ്റി. ഇഷ്യൂ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ടാ വേണമെന്ന് പറഞ്ഞാൽ ആൻഡ് വിഷസ് ടു റൈസ് 1.28 അല്ലേ. ഇത് ഇത്ര എമൗണ്ട് വേണമെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര വേണം? അപ്പോൾ എന്ത് ചെയ്യുക? ആ തന്നിരിക്കുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ 6.4 അല്ലേ. ടോട്ടല് 200,000 ആണ് നമ്പർ ഓഫ് ഷെയർസ് വരാം. 200,000. ടേംസ് ഓഫ് ഇഷ്യൂ ആണ് അടുത്തറിയേണ്ടത്. ടേംസ് ഓഫ് ഇഷ്യൂന് ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് എത്ര പറഞ്ഞാൽ കറന്റ് 600,000 അല്ലേ. അങ്ങനെയാണെങ്കിൽ 600,000 ഹോൾഡ് ചെയ്യുന്നവർക്ക് 600,000 ഷെയർ ഹോൾഡേഴ്സ് മൊത്തം എല്ലാവർക്കും ഉള്ളതല്ലേ. 600,000 നമ്പർ ഓഫ് ഷെയർസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 200,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 600,000 ഡിവൈഡഡ് ബൈ 200,000 ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് വരാം അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? 3 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു റൈറ്റ് ഇഷ്യൂ ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് 143 അല്ലേ വരാം. നെക്സ്റ്റ് ടെർപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. 1 ഇൻറ്റു എത്രയാണ് നമ്മളെ ഇഷ്യൂ പ്രൈസ് വരുന്നത്? 6.4 റൈറ്റ് ഇഷ്യൂന്റെ വില. നെക്സ്റ്റ് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 3 അല്ലേ. അതിന്റെ വില എത്രയാ? 8 ആണ്. ഡിവൈഡഡ് ബൈ ആവറേജ് അല്ലേ ചെയ്യണ്ടേ? ഇപ്പൊ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 7.6 വരും ടെർപ്പ്. അതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? 200,000 ആണല്ലോ നമ്മൾ പുതിയതായിട്ട് കൊടുക്കാൻ പോകുന്ന ഷെയർസ്. അതിന്റെ വില 6.4 അല്ലേ. ഇനി എക്സിസ്റ്റിംഗ് എത്രയുണ്ട്? 600,000 അല്ലേ വരുന്നത്. 600,000 വില എത്രയാ? 8 അല്ലേ. ഡിവൈഡഡ് ബൈ ടോട്ടൽ എപ്പോ എത്ര വരും? 800,000 ആവില്ലേ ഷെയർ. 7.6. അടുത്തെന്താ? വാല്യൂ ഓഫ് എ റൈറ്റ്. ടെർപ്പ് എത്ര വരുന്നത്? 7.6 ആണ്. ഓൾറെഡി ഇത് എത്രക്ക് വാങ്ങിയതാണ്? 6.4 വാങ്ങിയതല്ലേ. 6.4 വാങ്ങിയ ഷെയറിന്റെ റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള വിലയാണ് എന്ത്? 7.6. ടെർപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള വിലയാണ്. അപ്പൊ എത്ര വരാ? വാല്യൂ ഓഫ് എ റൈറ്റ് 1.2. ഇനി വാല്യൂ ഓഫ് എ റൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സിസ്റ്റിംഗ് ഷെയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ്. അതായത് ഇത് ഒരു റൈറ്റിന് ഞാൻ പറഞ്ഞല്ലോ വാല്യൂ ഓഫ് എ റൈറ്റ് ആട്ടോ. ആക്ച്വലി വാല്യൂ ഓഫ് എ റൈറ്റ് ഒരു റൈറ്റിനുള്ള വിലയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൈറ്റിനുള്ള വില ടോട്ടൽ എത്ര ഷെയർ ഉണ്ടായാലേ കിട്ടുള്ളൂ? ഇത്രയും വർത്ത് കിട്ടണമെങ്കിൽ എത്ര ഷെയർ നമുക്ക് നിലവിൽ വേണം? 3 വേണ്ടേ. 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു എക്സിസ്റ്റിംഗ് ഷെയറിന് എത്ര വർത്താ വരാം? 0.4. ഓക്കെ. ഇനി ടെർപ്പിന്റെ വേറൊരു ഇക്വേഷനും കൂടെ പറയാൻ പോകുന്നട്ടോ. ടെർപ്പിന്റെ വേറൊരു ഇക്വേഷൻ, ഇത് നിങ്ങൾ ഇതുവരെ ഫെമിലിയർ അല്ലാത്തതാണ്, എഫ്ആറിലൊന്നും കേൾക്കാത്ത സംഭവമാണ്. ഓക്കെ. അനദർ ഇക്വേഷൻ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ മൈനസ് വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ. അതായത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എത്രയാണോ വരുന്നത്, ഓൾറെഡി ഉള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണോ വരുന്നത്, അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ഇല്ലേ, അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർപ്പ് കിട്ടും. മാർക്കറ്റിൽ ഓൾറെഡി റൈറ്റ് ഇഷ്യൂന് മുമ്പ് എത്രയായിരുന്നു വില ഉണ്ടായിരുന്നത്? 8 അല്ലേ ഉണ്ടായിരുന്നേ വില. ഇപ്പോ അതിന്റെ വില എത്രയാവും എന്നുള്ളതല്ലേ ടെർപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ടെർപ്പ് എത്ര ആയിട്ടുണ്ട്? 7.6 ആയിട്ടില്ലേ. അപ്പൊ നമുക്ക് എന്താണോ എക്സ്ട്രാ വരുന്ന വർത്ത് അത് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർപ്പ് കിട്ടും. അപ്പൊ ടെർപ്പിന്റെ പുതിയൊരു ഇക്വേഷൻ ആണിത്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിന് വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർപ്പായി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ റൈറ്റ് ഇഷ്യൂ വാങ്ങിയത് കൊണ്ട് നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. നേരത്തെ കാണിച്ചത് ഞാൻ ലാഭമായിട്ടല്ലേ പറഞ്ഞത്. 0.4 എന്ന് പറയുന്നത് ലാഭമല്ലേ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി $8 ഉണ്ടായിരുന്ന ഷെയറിന്റെ ഇപ്പത്തെ വില എത്രയാണ്? 7.6 അല്ലേ. അപ്പൊ എത്ര വില കുറഞ്ഞിട്ടുണ്ട്? $8 ഉണ്ടായിരുന്ന ഷെയറിന്റെ വില ഇപ്പൊ 7.6 ആയി എന്ന് പറയുമ്പോ 0.4 അല്ലേ അവിടെ കുറഞ്ഞിരിക്കുന്നേ. അപ്പൊ ആ 0.4 തന്നെയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടും വരുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോ ബെനിഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ് വരാം. ഇത് നിങ്ങൾക്ക് MCQ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ വേണം. കുറെ MCQ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സ്റ്റഡി ഹബിലൊക്കെ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ മൈനസ് വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ. നമ്മള് ശരിക്കും എന്താ വിചാരിച്ചേ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറുടെ പോയിന്റ് ഓഫ് വ്യൂല് 6.4 കൊടുത്തിട്ട് വാങ്ങിയ ഷെയറിന്റെ വില 7.6 ആണ്. അപ്പൊ ശരിക്കും ലോവർ പ്രൈസിന് വാങ്ങിയ ഷെയർ ആണെന്നാണ് നമ്മൾ വിചാരിക്കുക. ലോവർ പ്രൈസിന് വാങ്ങിയ ഷെയർ ഇപ്പൊ 1.2 നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്.
അപ്പൊ ഇത് കിട്ടണമെങ്കിൽ 3 ഷെയർ അല്ലേ വേണ്ടേ? അപ്പൊ ഓരോ ഷെയറിന് വെച്ചിട്ട് 0.4 വെച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആക്ച്വൽ വാല്യൂ ഉണ്ടായിരുന്നത് 8 ആയിരുന്നു. അപ്പൊ ആ 8 ഉണ്ടായിരുന്ന ഷെയറിന്റെ വില ഇപ്പൊ എത്രയാവുന്നത്? 7.6 ആവുന്നത്. ടെർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഇഷ്യൂന് ശേഷമുള്ള മാർക്കറ്റിലെ വിലയാ, ഷെയറിന്റെ വിലയാ. അപ്പൊ $8 ഉണ്ടായിരുന്നത് ഇപ്പൊ 7.6 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 വില കുറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 0.4 എന്ന് പറയുന്നത് നമുക്ക് ലോസ് ആണ്. അപ്പൊ 0.4 നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന അറ്റ് ദി സെയിം ടൈം നമുക്ക് 0.4 എന്ത് വന്നിട്ടുണ്ട്? ലോസും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ബെനിഫിഷ്യൽ ആവുന്നത്? എന്തുകൊണ്ടാണ് 0.4 ബെനിഫിഷ്യൽ ആയത്? ലോവർ കോസ്റ്റ് നമുക്ക് ആ ഷെയർ കിട്ടിയത് കൊണ്ടാണ് അത് ബെനിഫിഷ്യൽ ആയത്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഹയർ പ്രൈസ് ഹോൾഡ് ചെയ്തിരുന്ന ഷെയറിന്റെ ഇപ്പോഴത്തെ വില എത്ര ആയിട്ടുണ്ട്? അതിനേക്കാളും വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ഓഫ് ചെയ്ത് പോകും. ഇനി എന്തുകൊണ്ടാണ് വില കുറയുന്നത്? ഷെയറിന്റെ വില 8 ഉണ്ടായിരുന്നത് 7.6 ആയതിന്റെ കാരണം എന്താ? നമ്മള് നോർമൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർസിന്റെ എണ്ണം കൂടിയില്ലേ? മാർക്കറ്റിൽ ഇറങ്ങുന്ന ഷെയറിന്റെ എണ്ണം കൂടിയില്ല. അതും ലോവർ പ്രൈസിനല്ലേ ഷെയർ ഇഷ്യൂ ചെയ്തത്. അപ്പൊ നോർമൽ എന്ത് ചെയ്യുക? വാല്യൂ കുറയുന്നതാണ് തിയറിറ്റിക്കലി പറയുന്നത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഇവിടെ. ക്വസ്റ്റ്യൻ 2 ആൻഡ് ക്വസ്റ്റ്യൻ 3 ഒന്ന് ചെയ്ത് നോക്കിയാൽ. ടെർപ്പ് ഇതില് ഇഷ്യൂ പ്രൈസ് ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഇഷ്യൂ പ്രൈസ് തന്നിട്ടുണ്ട് 2.1, മാർക്കറ്റ് പ്രൈസ് 2.7 ആണ്. മേക്സ് എ റൈറ്റ് ഇഷ്യൂ ഓഫ് 1 ന്യൂ ഷെയർ ഫോർ എവറി 2 എക്സിസ്റ്റിംഗ് ഷെയർസ്. അതാണ് ടേംസ് ഓഫ് ഇഷ്യൂ. അതും തന്നിട്ടുണ്ട്. ഓക്കെ, 2.5. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ വെച്ച് ചെയ്യണമെന്നില്ല. ടോട്ടൽ നമ്പർ അവൈലബിൾ ആണെങ്കിൽ ടോട്ടൽ നമ്പർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചത്. ഓക്കെ, വാല്യൂ ഫോർ റൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 2.5 ഓൾറെഡി എത്ര കൊടുത്തിട്ട് വാങ്ങിയതാണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ 2.1 കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ ഡിഫറൻസ് എത്ര വരാം? 0.4 വാല്യൂ ഫോർ റൈറ്റ് വരും. ഇനി ഈ വാല്യൂ ഫോർ റൈറ്റ് കിട്ടണമെങ്കിൽ എത്ര എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് ആണ്? 2 വേണ്ടേ? അപ്പൊ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, 0.2. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെർപ്പിന്റെ വേറൊരു ഇക്വേഷനും കൂടെ പറഞ്ഞു തന്നിട്ടില്ലേ? മാർക്കറ്റ് പ്രൈസ് വാല്യൂ ഓഫ് എ റൈറ്റ് പെർ ഷെയർ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. മാർക്കറ്റ് പ്രൈസ് എത്രയാ പറഞ്ഞേ? 2.7 അല്ലേ? അതിനിപ്പോ നമ്മൾ കണ്ടുപിടിച്ച് 0.2 ലെസ് ചെയ്യുക. എത്ര വരുന്ന? 2.5 കിട്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർ തരൂല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർമൽ ക്വസ്റ്റൻ ആണെങ്കിൽ എന്തൊക്കെ അവർ തരണം? 2.7ഉം 2.1ഉം കാര്യങ്ങളൊക്കെ അല്ലേ തരണ്ടേ? അതില് ചില ഇൻഫർമേഷൻ അവർ തരൂല. എന്നിട്ട് പകരം അവർ എന്ത് തരും? വാല്യൂ ഫോർ റൈറ്റ് തരും. വാല്യൂ ഓഫ് എ റൈറ്റ് തരും. അപ്പോ സ്വാഭാവികം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. ടെർപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? കാരണം 2 പ്രൈസ് ഇല്ലാതെ ടെർപ്പ് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. അപ്പോ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? കറണ്ട് മാർക്കറ്റ് വാല്യൂ വന്നിട്ടുണ്ടാവും. ഇഷ്യൂ പ്രൈസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ കറണ്ട് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, വാല്യൂ ഓഫ് എ റൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ടെർപ്പ് കണ്ടുപിടിക്കാം. ഇഷ്യൂ പ്രൈസ് വേണമെന്നുണ്ടോ? ക്വസ്റ്റനിൽ ഇഷ്യൂ പ്രൈസ് തരണമെന്നുണ്ടോ? ഇഷ്യൂ പ്രൈസ് ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വാല്യൂ ഓഫ് എ റൈറ്റ് തരാണെങ്കിൽ സാധാരണ ടെർപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ മാർക്കറ്റ് പ്രൈസും അതേപോലെ ഇഷ്യൂ പ്രൈസും തരണ്ടേ? എന്നാലല്ലേ നമുക്ക് ആവറേജ് ചെയ്ത് ടെർപ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്വസ്റ്റനിൽ അവരെന്ത് തരൂല? ഇഷ്യൂ പ്രൈസ് തരൂല. ഇഷ്യൂ പ്രൈസ് 2.1 തരൂല. പകരം എന്ത് തരും? മാർക്കറ്റ് വാല്യൂ തരും 2.7. എന്നിട്ട് വാല്യൂം തരും, വാല്യൂ ഓഫ് എ റൈറ്റും തരും. എന്നിട്ട് വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ എന്തെന്ന് ലെസ് ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് 2.7 ലെസ് ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരുമെന്ന്. തേർഡ് ക്വസ്റ്റൻ കൂടെ നോക്കാം. 2 ഇഷ്യൂ പ്രൈസ് വരുന്ന എത്രയാ? ദെൻ 2 into 2 പ്ലസ് 5 into 2.7 അല്ലേ? ഡിവൈഡഡ് ബൈ 7, 2.5. നേരത്തെ അതേപോലെ വാല്യൂ ഫോർ റൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ 2.5 ടെർപ്പ് എത്രക്കാ വാങ്ങിയത്? ഇത് ഇഷ്യൂ പ്രൈസ് 2 അല്ലേ? 0.5 വരും. ഓക്കെ, ഇത് ആക്ച്വലി വാല്യൂ ഓഫ് എ റൈറ്റ് ആണോ അല്ല 2 റൈറ്റ് ആണോ? 5 ഷെയർ ഹോൾഡ് ചെയ്തവർക്ക് എത്ര റൈറ്റ് ആണ് കിട്ടുന്നത്? 2 റൈറ്റ് അല്ലേ കിട്ടുന്നത്? അപ്പൊ ഈ വർത്ത്, നമുക്ക് ഈ ഒരു വർത്ത് കിട്ടിയിരിക്കുന്നത് 2 ഷെയറിനുള്ള വർത്താണ്. നമ്മളിപ്പോ സാധാരണ ചെയ്യാൻ പോകുന്ന ഇതിൽ എങ്ങനെ ചെയ്യാം? 0.5 ഡിവൈഡഡ് ബൈ 5 അല്ലേ ചെയ്യാം? 0.1 കിട്ടിയില്ലേ? ദെൻ ഇത് ആക്ച്വലി എത്ര ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്ത എത്ര ഷെയർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? 2 ഷെയർ അല്ല അങ്ങനെ കിട്ടാൻ പോകുന്നത്. എക്സ്ട്രാ നമുക്ക് 2 ഷെയർ അല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ 0.1, അത് ഇൻറ്റു 2 ചെയ്താൽ മതി. 0.2 ആവും. ഓക്കെ, ഇത് ഒരു ഷെയറിന്റെ വിലയാ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ആക്ച്വലി എന്താണ്? ഒരു ഷെയറിന്റെ വില. അങ്ങനത്തെ എത്ര റൈറ്റാ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്? 2 റൈറ്റ് അല്ലേ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി
അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് ഇക്വേഷൻ അല്ലേ ടെർപ്പ് മാർക്കറ്റ് പ്രൈസ് മൈനസ് വാല്യൂ ഓഫ് എ റൈറ്റ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് എത്ര വരുന്നത് 2.7 0.2 ലെസ് ചെയ്യാം 2.5. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം വാല്യൂ ഓഫ് എ റൈറ്റ് എടുക്കുന്ന സമയത്ത് 0.1 എടുക്കരുത്. അതിന് എന്ത് ചെയ്യുക × 2 ചെയ്തിട്ട് 2 ഷെയറിന്റെ വിലയാക്കുക. ആ 2 ഷെയറിന്റെ വിലയാണ് ഇതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത് ലെസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ടോട്ടൽ റൈറ്റ് 2 ആയിട്ടുണ്ട്. അപ്പോൾ 2 ഷെയറിന്റെ വിലയാണ് ഇതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ടെർപ്പ് കിട്ടുക. അല്ലെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പൊ 0.5 അല്ലേ, ഈ 0.5ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 1 കിട്ടൂലേ. അപ്പൊ ആ 1നെ ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അപ്പൊ നേരിട്ട് 0.2 കിട്ടും. ഇവിടെ ഇപ്പൊ ഓൾറെഡി 0.5 എടുത്തിരിക്കുന്നത് ഒരു റൈറ്റിന്റെ വാല്യൂ അല്ലേ. അങ്ങനെ 2 റൈറ്റ് അല്ലേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ × 2 ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം ആ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 അല്ലേ, 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ഓക്കെ ആണ്. അല്ലെങ്കിൽ അവസാനം കിട്ടിയ ആൻസറിന് × 2 ചെയ്താൽ മതി. 3 ആണെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം.